നവീകരണത്തിനായി അടച്ച കോഴിക്കോട് മാവൂർ ശ്മശാനം തുറന്നുകൊടുക്കാനാകാതെ കോർപ്പറേഷൻ 4 വർഷമായി ശ്മശാനം പ്രവർത്തിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് നഗരത്തിലുള്ളവർ. കെട്ടിടങ്ങൾ പണിതുയർത്തിയതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലെന്നാണ് ആരോപണം. കരാർ കമ്പനിയുടെ വീഴ്ചയെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. നഗരവാസികളുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ സംസ്കാര ചടങ്ങുകൾക്ക് ആശ്രയം ശ്മശാനങ്ങളാണ്. ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിൽ ഒരു ശ്മശാനമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ്? വാ പരിശോധിക്കാം. കോഴിക്കോട് മാവൂർ റോഡിലാണ് കോർപ്പറേഷന് കീഴിലുള്ള ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് കടന്ന് ഉള്ളിൽ കടന്നാൽ ഇടതുവശത്തായി കാണുന്നതാണ് വൈദ്യുത ശ്മശാനം. കഴിഞ്ഞ 1 വർഷമായി വൈദ്യുത ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. ഒരു നൂറ്റാണ്ട് കാലം പഴക്കമുള്ള ശ്മശാനമാണ് മാവൂർ റോഡ് ചാളത്തറ ശ്മശാനം. ഇത് ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലഘട്ടമാണ് ശ്രീനാരായണ ദേവൻ സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1.5 ഏക്കർ ആണ് ഇതിൻ്റെ സ്ഥലമുള്ളത്. പക്ഷേ ഇന്ന് ആ 1.5 ഏക്കർ സ്ഥലം പോലും ഇവിടെ കാണാനില്ല. ഒന്നത്. രണ്ടാമത്തത് 2020 ഒക്ടോബർ മാസമാണ് ഈ ശ്മശാനം പൂർണ്ണമായിട്ട് നവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. അന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് വാതക ശ്മശാനമായിരിക്കും ഉണ്ടാവുക, പരമ്പരാഗതമായ രീതിയിലുള്ള വിറക് വെച്ചുള്ള ശവസംസ്കാരം ഇനി ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ശ്മശാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ്. തങ്ങളുടെ അച്ഛനെയും പൂർവികന്മാരെയും ശവസംസ്കരിച്ച സ്ഥലത്ത് തന്നെ തന്നെയും സംസ്കരിക്കണമെന്നൊരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ശ്മശാനമായിട്ട് ജനങ്ങൾക്കുണ്ട്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പതിനാല് ചൂളകളുള്ള പരമ്പരാഗത ശ്മശാനം പ്രവർത്തിച്ചിരുന്നതും ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ്. 4 വർഷം മുമ്പാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഇത് പൂട്ടിയത്. പക്ഷേ ഇപ്പോഴും പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ശ്മശാനത്തിൽ 3 വാതകവും 2 ചൂളകളുമാണ്. 5 എണ്ണം മാത്രമാണ് നിലവിലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയ അപര്യാപ്തതയാണ് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ ശ്മശാനം എന്ന സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം വലിയ മൂടിയുള്ള കെട്ടിടമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ ചൂളകൾ വെക്കുന്നതിന് പകരം ഹോളുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലുള്ള കോഴിക്കോട് കോർപ്പറേഷനും ഇതിനുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ പ്രവർത്തിച്ചുള്ളത്. 1 വർഷം കൊണ്ട് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ ശ്മശാനം 4 വർഷമായിട്ടും ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. 1.5 ഏക്കർ ഭൂമിയിൽ 100 വർഷം മുമ്പ് ആരംഭിച്ച പരമ്പരാഗത ശ്മശാനമാണ് നവീകരണത്തിന്റെ പേരിൽ ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്നത്. കിലോമീറ്ററുകൾ അകലെയുള്ള വെസ്റ്റ് ഹിൽ ശ്മശാനവും പുതിയ പാലത്തെ ശ്മശാനവുമാണ് കോഴിക്കോട് നഗരത്തിലെ സാധാരണക്കാരുടെ ഇപ്പോഴത്തെ ആശ്രയം. ഇവിടെ വരുന്ന ബോഡിയൊക്കെ പുതിയ പാലം, മാങ്കാവ്, വെസ്റ്റ് ഹിൽ ഇങ്ങനെയല്ലേ സ്ഥലത്തെ കൊണ്ടുപോകുന്നു. ഇവിടെ ആദ്യം 14 ചൂള ഉണ്ടായിരുന്നു. അപ്പോൾ 14 ചൂള തന്നെ തയ്യലില്ല. ചിലപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടൽ. ഇപ്പോൾ 2 ചൂള മാത്രമേ ഉണ്ടാക്കിയപ്പോൾ. അത് ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബോഡി വെക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഹൈറ്റ് ഉണ്ട് കുറവാണ്. ജസ്റ്റ് ഒക്കെ കത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 ബോഡി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോഡിയൊക്കെ പല സ്ഥലത്തേക്ക് വിടേണ്ടി വരും. ഓരോരുത്തർക്ക് താല്പര്യം ഇതാണ്. നമ്മൾ ആചാരപ്രകാരം ചെയ്യാനില്ലേ, കർമ്മങ്ങൾ ചെയ്യാനും ഇതെല്ലാത്തിനും വേണ്ടിയുള്ളൊരു മുൻ MLA പ്രദീപ് കുമാറിന്റെ ആസ്തി വികസന ഫണ്ടും കോഴിക്കോട് കോർപ്പറേഷന്റെ ഫണ്ടും ഉൾപ്പെടെ 3 കോടിയിലധികം രൂപയാണ് നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. കരാർ കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ പദ്ധതി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പുറമേ കാണുന്ന ഈ പുറംമോടി മാത്രമുള്ളൂ എന്ന് സാരം. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനും ഹരികൃഷ്ണനുമൊപ്പം രാഹുൽ സുരേഷ്, 24.